നമുക്കൊരു യാത്രക്കാരൻ വന്നിട്ടുണ്ട്. ഒരു എക്സ്ക്ലൂസീവ് യാത്രക്കാരൻ തെക്കൻ കേരളത്തിൽ നിന്നാണ്. ഒരു യാത്രക്കാരൻ മറ്റൊരാളെ കൂടെ കൂട്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോ PC വിശ്വനാഥ് തെക്കൻ കേരളത്തിൽ നിന്ന് പാലക്കാട്ടേക്ക് എത്തി. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ അറിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. വിഷ്ണു, കുറേ കാലം നമ്മൾ ചർച്ചകളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു. ഞങ്ങളുടെ അതിഥി ആയിട്ട് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. കുറച്ചു കാലമായിട്ട് അതിന്നൊക്കെ മാറി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഞാനങ്ങനെ കുറച്ചായിട്ട് ചർച്ചയ്ക്കൊന്നും പോവാറില്ല. കുറച്ച് നാളുകൾ എനിക്ക് കേരളത്തിന് പുറത്ത് അസൈൻമെൻ്റ് ഉണ്ടായി. കർണാടകത്തിൻ്റെ ചാർജ്, അത് കഴിഞ്ഞപ്പോൾ തെലുങ്കാനയുടെ ചാർജ്, പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എവിടെയെങ്കിലും ഒരിടത്ത് പോയാൽ എല്ലായിടത്തും പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങ് നിന്നതാണ്. നമുക്കിപ്പോൾ വീണ്ടും അതൊന്ന് തുടങ്ങാം അല്ലേ? PK നവാസ് രണ്ടുപേരും ഇപ്പോൾ പ്രചാരണത്തിൽ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ സന്ദീപ് വാര്യർ എത്തുന്നു. സന്ദീപ് വാര്യർ എത്തിയതിനോടുള്ള പിണറായി വിജയൻ്റെ പ്രതികരണമാണ് ഏറ്റവും ഒടുവിൽ. പാണക്കാട് തങ്ങളെ കാണാൻ പോയ ദിവസം എന്നുള്ളത് ബാബറി മസ്ജിദിന് ശേഷം നടന്ന ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പാണ് ഓർമ്മ വരുന്നത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അതിനോടുള്ള ആദ്യ പ്രതികരണത്തിൽ തുടങ്ങാം. അല്ല, അദ്ദേഹത്തിന് തന്നെ വാക്കുകൾ ഇന്നലെ പറഞ്ഞ നമുക്കെടുത്താൽ ഇപ്പോൾ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നും എല്ലാ ആളുകളും പുറത്ത് കിടക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാ ആളുകളും പുറത്ത് കിടക്കണം എന്ന ഒരു രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ആളുകൾ, പ്രധാനപ്പെട്ട ആളുകൾ അതിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറാകുമ്പോൾ അവരെ സ്വാഗതം ചെയ്യണ്ടേ? എന്ന് മാത്രമല്ല, ഇവർ എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് സമയത്താണെങ്കിൽ പോലും AK ബാലൻ, MP രാജേഷ്, MV ഗോവിന്ദൻ ഇവർ പറഞ്ഞ കാര്യങ്ങൾ അന്ന് വൈകുന്നേരം മാറ്റി പറയുമ്പോൾ ദീർഘകാലത്തേക്ക് അവരുടെ വിശ്വാസ്യതയെ അത് ബാധിക്കുമെന്ന് കരുതാതെ ഇങ്ങനെയുള്ള മലക്കം മറിയൽ അവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ മിനിഞ്ഞാന്ന് രാത്രിയിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന് AK ബാലൻ കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ രാത്രി ഒരു 12:30 കാണുകയാണ്. സോഷ്യൽ മീഡിയയിലാണ്. ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. പിതാവിന് വിളിച്ച ആൾ വരെ ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലുണ്ട്, അതുകൊണ്ട് ഈ പറഞ്ഞ ആൾ വരുന്നതിന് കുഴപ്പമില്ല എന്ന് സന്ദീപ് വാര്യരുടെ പേര് വെച്ച് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ഒന്നാന്തരം കേഡറായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മാറി പറയുന്നത്. അപ്പോൾ അത് പറയുന്നവരുടെ വിശ്വാസത്തെ കളയത്തതേ ഉള്ളൂ. ഞങ്ങൾക്ക് അതിനകത്തൊരു പൊസിഷനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയത്തിൽ നിന്ന് ഒരാൾ വിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ സ്വീകരിക്കാൻ തയ്യാറായി വരുന്നു. ഞങ്ങൾ സ്വീകരിക്കുന്നു. അല്ല, പക്ഷെ അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വേണമായിരുന്നു. എൻ്റെ ചോദ്യം, ഇപ്പം ന്യൂനപക്ഷ വിഭാഗം, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം വലിയ രീതിയിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. അപ്പോൾ അവർക്ക് വലിയ വേദന ഉണ്ടാക്കിയിട്ടുള്ളൊരു നേതാവാണ് സന്ദീപ് വാര്യർ. അങ്ങനെ ഒരാളെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ആ വിശ്വാസ്യതയെ അത് ബാധിക്കുമോ? അതൊരു സ്ട്രാറ്റജിക്കൽ എററാണോ? ഞാൻ സാധാരണ TV യുടെ മുമ്പിൽ ഈ ഇലക്ഷന് വന്നിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് ടെലിവിഷൻ ചാനലിൻ്റെ ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ എൻ്റെ പിതാവ് മരണപ്പെട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് മുമ്പ് വരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പാലക്കാട് നിന്നാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഞാൻ ബൂത്തിൽ മാത്രം നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ബൂത്തിൽ മാത്രം. മനസ്സിലായി. ഇത് സംബന്ധിച്ച് നല്ല ഒന്നാന്തരം പരിശോധന നടത്തിയിട്ടാണ് ഞങ്ങൾ ഈ തീരുമാനത്തിലേക്ക് പോയത്. ഏറ്റവും കൂടുതൽ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തത് താങ്കൾ പറഞ്ഞ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ അപകടകരമായ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംവിധാനം ദുർബലപ്പെടുത്തുന്ന ഏതു നീക്കത്തെയും അവരെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ആ മേഖലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവായ പ്രതികരണം ഉണ്ടായത്. എടുത്തൊരു തീരുമാനമാണെന്ന് വ്യാഖ്യാനിക്കേണ്ട. എല്ലാ തരത്തിലും ആലോചനകൾ ഉണ്ടായിട്ടുണ്ട്. ആ ആലോചനകളുടെയും പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ അത്രേ പറയുന്നുള്ളൂ ഈ തീരുമാനമെടുത്തത്. അതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇന്നലെ തന്നെ അദ്ദേഹം പറയും. അതിനു മുമ്പ് PK കുഞ്ഞാലിക്കുട്ടി ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തത്. ഐക്യജനാധിപത്യ മുന്നണിയിലും ആലോചന ഉണ്ടായതുകൊണ്ട് കൂടിച്ചേർക്കാം. ശരി നവാസ്, അതിനോട് മറുപടി പറയണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ BJP ആയാലും CPM ആയാലും പറയുന്നൊരു കാര്യമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയാൽ നിയന്ത്രിക്കപ്പെടുന്ന മുസ്ലിം ലീഗ്. അതിനോട് മറുപടി പറയണം. കാരണം ഇപ്പോൾ ജമാഅത്ത് പൂർണ്ണമായും
പിടിച്ചടക്കിയിരിക്കുന്നു ലീഗ് എന്നുള്ളത്. അതിൽ തന്നെ സമസ്തയ്ക്കൊരു വിഭാഗത്തിന് അതിൽ നിങ്ങളോട് എതിർപ്പുമുണ്ട്. ഒന്ന് ആദ്യമായി സന്ദീപ് വാര്യയുടെ കടന്നുവരവ് ന്യൂനപക്ഷ സമൂഹത്തിന് ഏതെങ്കിലും ആശങ്കയുണ്ടാക്കിയെന്നാണ് ഞാൻ വിഷ്ണുവേട്ടൻ പറഞ്ഞ വാചകത്തെ അടിവരയിടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു തീരുമാനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞാൽ സാഹിബും സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതിനെ സ്വാഗതം ചെയ്യുന്നൊരു ഘട്ടം ഉണ്ടായത്. രണ്ടാമത്, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതികരണമാണ് ജമാഅത്തെ ഇസ്ലാമിയെയും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ചേർത്ത് വെച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ വിഷലിപ്തമായ പ്രയോഗങ്ങൾ നടത്തുന്ന RSSന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു വിഷപ്പാമ്പിനെ പോലെയാണ് പിണറായി വിജയൻ എന്നത്തെ പ്രസ്താവനയെ ഞങ്ങൾ കാണുന്നത്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, പ്രത്യേകിച്ച് കൃത്യമായി പറഞ്ഞാൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ക്യാപ്റ്റൻ ആവാൻ വേണ്ടി സ്വയം ശ്രമിച്ചു പിണറായി വിജയൻ. അതിൽ ഭൂരിപക്ഷ സമുദായമോ ന്യൂനപക്ഷ സമുദായമോ വിശ്വസിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ന്യൂനപക്ഷ സമുദായത്തെ പാടെ തള്ളുകയാണ് ഒരു മുഖ്യമന്ത്രി. നിരന്തരമായി അവരെ കേന്ദ്രീകരിച്ചുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അത്യന്തം അപകടകരമാണ്. ഇത് BJPക്ക് വളം വെച്ച് കൊടുക്കുന്ന ഒരു സമീപനമാണ്. ഇന്ന് നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ സുരേന്ദ്രൻ പറഞ്ഞൊരു പ്രസ്താവന ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കേരളത്തിൽ 2 സമുദായങ്ങൾ ചേർന്നാൽ 73% ഒരു സമുദായം മാത്രം 27%. അപ്പോൾ 27-നെതിരെ 73-ൻ്റെ മത്സരമാണ് എന്നൊരു ഇക്വേഷനെ കുറിച്ച് ഇവിടുന്ന് സുരേന്ദ്രൻ നിങ്ങളുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞു. പിണറായി വിജയൻ ആ ഇക്വേഷന് സോൾവ് ചെയ്യാനുള്ള കാൽക്കുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനാധിപത്യ മനസ്സുകൾ കൃത്യമായി ബോധ്യമുണ്ട്. ഇതെല്ലാം കേട്ടറിയുന്ന ജനങ്ങൾ അതിനെതിരെയുള്ള ഒരു വലിയ പ്രതിരോധമായിരിക്കും ഈ തിരഞ്ഞെടുപ്പിലൂടെ നടത്തുക എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന അതിനുള്ള മറുപടി അല്ല, അത് കേരളത്തിൽ പറയുന്ന ആർക്കും അറിയാവുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് പിടിക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു പാർട്ടി അല്ലല്ലോ ലീഗ്. ലീഗിൻ്റെ വലിപ്പം എത്രയാണ്, അതിൻ്റെ നിലപാടുകൾ എത്രയാണ്, അത് രാഷ്ട്രീയമായി എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കുന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. പിന്നെ പിണറായി വിജയനെ പോലത്തെ ഒരു മുഖ്യമന്ത്രി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവാസ്തവമായ കാര്യങ്ങൾ വിളിച്ചു പറയാണ്. കേരളത്തിന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രസ്താവന നടത്തുമ്പോൾ അതിന് ഉതകുന്ന രൂപത്തിലേക്കൊരു തെളിവ് മുന്നോട്ട് വെക്കാൻ വേണ്ടി കഴിയണം. അപ്പോൾ അദ്ദേഹം എയർപോർട്ടിൽ ഇറങ്ങുന്ന ഗോൾഡിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ടാകുന്നു, കേസുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളുണ്ടാകും. ഇതൊക്കെ നിരന്തരമായി നേരത്തെ പറഞ്ഞ ഒരു സമൂഹത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അതൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം രാഷ്ട്രീയമായ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകാൻ ആസൂത്രിതമായ അദ്ദേഹത്തിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമാണ്. ദുർബലമാണ് അത്തരം വാദങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിക്ക് പിടിച്ചു കെട്ടാൻ കഴിയുന്ന ഒന്നാണ് ലീഗ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള ഒരാൾ വിശ്വസിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. SDP-യുടെ വോട്ട് വേണ്ടെന്ന് എന്തുകൊണ്ടാണ് പറയാത്തത് VD സതീശൻ? എന്താണ് SDP-യുടെ വോട്ട് വേണ്ട എന്ന് ആർജവത്തോടെ പറയാൻ VD സതീശൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ പറയേണ്ട സമയത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത് SDP-യോ ലീഗോ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളോ ഓരോ പാർട്ടികളുണ്ടല്ലോ, അവരുടെ ആ പാർട്ടികളാണ് അവരുടെ നിലപാടുകൾ പറയുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ടല്ലോ, ഞങ്ങൾ പറയും. ഞങ്ങൾക്ക് അങ്ങനെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തി. SDPI ലഘുലേഖകൾ വിതരണം ചെയ്യാണ്. അത് കോൺഗ്രസ് അടിച്ചിറക്കുന്ന ലഘുലേഖകളാണ് പള്ളികളിൽ വിതരണം ചെയ്യുന്നതാണ് CPIM-ന്റെ ആരോപണം. ഞങ്ങൾ കേസ് കൊടുക്കും അങ്ങനെ വല്ലതും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, നമ്മുടെ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു. ആര് പറഞ്ഞു? DYFIയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞു. സുരേന്ദ്രനും പറഞ്ഞു, രണ്ടുപേരും പറഞ്ഞു. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. ഇവരാരെങ്കിലും ഒരാൾ പറഞ്ഞാൽ പോരെ, ഒരേ കാര്യം. അല്ല, ഇതിനുള്ള മറുപടിയും SDPI വോട്ട് വേണ്ടെന്ന് പറയുന്നില്ല. അതേന്ന് ഞാൻ പറയട്ടെ, ഞങ്ങൾ ഈ ചർച്ചയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. അതായത് ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം, ഞങ്ങൾ ഈ രൂപത്തിൽ ഞങ്ങൾ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരുടെ പേരിൽ കോൺഗ്രസ് ലഘുലേഖ അടിച്ച് ആരാധനാലയങ്ങളിൽ കൊടുത്തെന്ന് ഇനി ആരെങ്കിലും പറഞ്ഞത്, ഞങ്ങളുടെ ഇപ്പം പറഞ്ഞതോ ഇനി പറഞ്ഞതോ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കും. അതെ, റിപ്പോർട്ടറിൻ്റെ തന്നെ ക്ലിപ്പ് വെച്ച് ഞങ്ങൾ പരാതി കൊടുക്കും. പിന്നെന്താ കുഴപ്പം? ഇവിടെ വെച്ച് പറയാം, ഇന്ന് തന്നെ കൊടുക്കും. ഞങ്ങൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ഒരു തെരഞ്ഞെടുപ്പ്, അതെന്താണെന്നറിയോ, ഈ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ്. അപ്പൊ ഞങ്ങൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം അതും അതിൽ തെറ്റാണ്. അപ്പൊ ഇത് രണ്ടും ഞങ്ങൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം. കോൺഗ്രസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് ആണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞവർക്കെതിരെ ഞങ്ങൾ പരാതി കൊടുക്കും. ഇനി ഞാനൊരു കാര്യം നിങ്ങൾ ഇത്രയും ചോദിക്കുന്നുണ്ട് പറയാം, എനിക്കൊരു പ്ലാറ്റ്ഫോം കൂടെ കിട്ടിയതുകൊണ്ട് പറയുകയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ഇപ്പോൾ നവാസ് നേരത്തെ പറഞ്ഞു, പാർലമെന്റ് ഇലക്ഷൻ വരെ ഒരു ലൈൻ എടുത്തു, എക്സ്ട്രീം ഒരു കുറേ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തോറ്റപ്പോഴത്തേക്കും നേരെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ദയനീയ 3-ാം സ്ഥാനമായിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനി വേറെ എന്ത് നിലപാടെടുക്കും? CPM-ഉം പിണറായി വിജയനും ഈ ദയനീയ 3-ാം സ്ഥാനമാണ് അവരെ കാത്തിരിക്കുന്നത്. അപ്പോൾ പാർലമെന്റ് ഇലക്ഷന് മുമ്പെടുത്ത നിലപാട്, ഈ പാർലമെന്റ് ഇലക്ഷനും ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഇടയിലെടുത്ത നിലപാട്, ഇനി എന്ത് പറയും? പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങളിപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നതും ചർച്ച ചെയ്യുന്നതുമായ കാര്യത്തിന് അപ്പുറത്തും ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പെൻഷൻകാരെ കണ്ടു, വീട് കയറുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്. ഏത്? സർവീസ് പെൻഷൻകാർ. സാമൂഹ്യ പെൻഷൻകാർ മാത്രമല്ല,
അവർക്ക് അവരുടെ ശമ്പള പരിഷ്കരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാതെയായിട്ട് അത് കിട്ടാതെ 2 ലക്ഷത്തോളം ആളുകൾ മരണപ്പെട്ടു പോയി. യഥാർത്ഥ സമയത്ത് കൊടുത്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നവരാണ്. അത് KSRTCയിലെ പെൻഷൻകാർ, അവർക്കാണെങ്കിൽ പെൻഷൻ ഇല്ല. ഈ സാമൂഹ്യ പെൻഷനാണെങ്കിൽ 5 മാസം 8000 രൂപ കുടിശ്ശികയാണ്. ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് 7-ാം നമ്പർ ബൂത്തിൽ ഭവന സന്ദർശനം നടത്തുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നിർമ്മാണ തൊഴിലാളികളുള്ള ഒരു മേഖലയാണ്. 16 മാസമായി കേരളത്തിൽ നിർമ്മാണ തൊഴിലാളിക്ക് പെൻഷൻ കിട്ടിയിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവരുടെ ഗവൺമെൻറ്റിന് അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആഗ്രഹിച്ചു എന്നിരിക്കട്ടെ, നിർമ്മാണ തൊഴിലാളിക്ക് ഇവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ പറ്റുമോ? സർക്കാർ ജീവനക്കാരന് പറ്റുമോ? PSC റാങ്ക് ഹോൾഡേഴ്സിന് പറ്റുമോ? നെല്ല് സംഭരണത്തിൻ്റെ വില തീരുമാനിച്ചിട്ടില്ല ഈ വർഷം ഇതുവരെ. പാലക്കാട് ജില്ലയിലെ പാലക്കാട് അസംബ്ലിയിലാണ് ഇലക്ഷൻ നടക്കുന്നത്. നെൽകർഷകന് ഇവർക്ക് വോട്ട് ചെയ്യാൻ പാകത്തിൽ എന്തെങ്കിലും ഉണ്ടോ? 2 സർക്കാരുകളുണ്ട്, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും. 108 രൂപയാണ് പെട്രോളിന് പാലക്കാട്ടെ വില, സവാളയ്ക്ക് 100 രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ ഇവർ ട്രോളി, സ്പിരിറ്റ്, കത്ത്, കുത്തു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ മാറ്റം ഉണ്ടാക്കാനും മേളിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വരുത്താനേ പറ്റത്തുള്ളൂ. താഴെ നോക്കൂ, കണ്ണൂരടക്കം 1 ലക്ഷത്തിന് വോട്ടിന് മുകളിൽ വോട്ടിൽ അവർ പരാജയപ്പെട്ടത് ഭരണവിരുദ്ധ വികാരം കൊണ്ട് തന്നെയാണ്. ആ ഭരണവിരുദ്ധ വികാരം ടോപ്പിലാണ്. പാലക്കാട്ടേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പാണ് അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായത്, പൂരം കലക്കൽ വിവാദം ഉണ്ടായത്, മറ്റേ ഓസബളകെ കണ്ട വിവാദം ഉണ്ടായത്, അൻവർ നടത്തിയ അവരുടെ കൂട്ടത്തിൽ നിന്ന് ആൾ നടത്തിയ ആരോപണങ്ങളുള്ളത്. ഇതെല്ലാം ഇവിടെ തന്നെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും എവിടെയും പോയിട്ടൊന്നുമില്ല. ഈ ഭരണവിരുദ്ധ വികാരത്തെ കുറിച്ച് പറഞ്ഞല്ലോ, MLA വിരുദ്ധ വികാരം പാലക്കാട്ട് പ്രതിഫലിക്കില്ലേ? ഷാഫി പറമ്പിൽ MLA ആയിരുന്നപ്പോൾ പാലക്കാടിന് വേണ്ടി എന്താണ് ചെയ്തത് എന്ന ചോദ്യവും പ്രചാരണ വിഷയമായി ഉയരുന്നുണ്ടല്ലോ. പാലക്കാടിന് എന്താണ് ഷാഫി പറമ്പിൽ ഇക്കഴിഞ്ഞ 3 ടേമുകളിലായി 13 വർഷം കൊണ്ട് ചെയ്തത്? അതേക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് സമയമില്ല. നീലപ്പെട്ടി, അതിനുശേഷം സ്പിരിറ്റ്, DCCയുടെ കത്ത്, അങ്ങനെ പലതിലും പ്രതിരോധം തീർക്കാൻ ഈ സമയം പ്രചാരണ കാലയളവിൽ കൂടുതലും പോയില്ലേ? ഈ പാലക്കാട് പട്ടാമ്പിയിൽ നിന്നാണ് EMS ജയിച്ച് മുഖ്യമന്ത്രിയായത്, മലമ്പുഴയിൽ നിന്നാണ് VS ജയിച്ച് മുഖ്യമന്ത്രിയായത്. ബഹുമാനമുള്ള 2 നേതാക്കന്മാരാണ്. പക്ഷേ ഈ പാലക്കാട് അസംബ്ലിയിൽ ഒരു മെഡിക്കൽ കോളേജ് വരുന്നത് ഷാഫി MLA ആകുമ്പോഴാണ്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. അയ്യങ്കാളി ഗുരുദേവനെ കാണാൻ മഹാത്മാഗാന്ധി എന്നപ്പോൾ വെങ്ങാനൂർ വീട്ടിൽ വെച്ച് അദ്ദേഹത്തോട് അയ്യങ്കാളി ഗുരുദേവൻ പറഞ്ഞത്, എൻ്റെ സമുദായത്തിൽ നിന്ന് 10 BA-ക്കാരുണ്ടായി കാണണം, അതെൻ്റെ സ്വപ്നമാണെന്ന് പറഞ്ഞു. 100 കുട്ടികൾ പഠിക്കുമ്പോൾ 75 പട്ടികജാതിക്കാർ ഡോക്ടറായി ഇറങ്ങും. 75-25 ഇന്ത്യയിലെ ആദ്യത്തെ പട്ടികജാതി പട്ടികവർഗ മെഡിക്കൽ കോളേജ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിൽ കൂടി ഈ 10% സീറ്റ് വെച്ച് ഒരു വർഷം എത്ര പട്ടികജാതിക്കാർക്ക് പ്രവേശനം കിട്ടും? അതിനേക്കാൾ കൂടുതൽ പാലക്കാട് മെഡിക്കൽ കോളേജിൽ മാത്രം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കിട്ടും. 500 കുട്ടികൾ MBBS പാസ്സായി ഇവിടുന്ന്. ഇവിടെ TN ശേഷനെ പോലെയുള്ള പ്രതിഭാശാലികളായിട്ടുള്ള ആളുകളുണ്ടായിരുന്ന സ്ഥലമാണ്. ഇവിടെ IAS അക്കാഡമി വന്നത് ഷാഫി വന്നപ്പോഴാണ്. കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യാഡിലും സ്വർണം നേടിയ കായിക താരങ്ങളുള്ള ഒരു അസംബ്ലി മണ്ഡലമാണ്. ഇവിടെ സിന്തറ്റിക് ട്രാക്ക് വന്നത് അവർക്ക് പരിശീലിക്കാൻ ഷാഫി MLA ആയതിനു ശേഷമാണ്. ഇവിടെ ഫുട്ബോൾ ടർഫ് വന്നത് ഷാഫി MLA ആയപ്പോഴാണ്. KSRTCയുടെ ബഹുനില സമുച്ചയം വന്നത് ഷാഫി MLA ആയപ്പോഴാണ്. അത് മാത്രമല്ല, നമ്മളെ ഇവിടെ എവിടെ ചെന്നാലും കിടക്കുന്ന ഇടങ്ങൾ വേറെയുമില്ലേ? ഉണ്ട്. അതിപ്പം MP ഫണ്ട് കൊടുത്തിട്ട് പോലും നഗരസഭ ഏറ്റെടുത്ത് നടപ്പിലാക്കാത്ത പരിപാടികളുണ്ട്. MPയും MLAയും ഒരേ പാർട്ടിയുടേതല്ലേ? അതെ, അല്ലേ ഞാൻ പറഞ്ഞു. MP ഫണ്ട് കൊടുത്തിട്ട് പോലും നഗരസഭയുടെ അനാസ്ഥ മൂലം പൂർത്തിയാക്കാൻ കഴിയാത്ത, MP ഫണ്ട് കൊടുത്തിട്ട് പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. അപ്പം ഈ വികസനം യഥാർത്ഥത്തിൽ പുതുപ്പള്ളിയിൽ പോലും അവർ ചർച്ചയാക്കി. ഉമ്മൻചാണ്ടി വികസനം കൊണ്ടുവന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും പാലക്കാട് അങ്ങനെ വലുതായിട്ട് അത് ചർച്ചയാക്കാൻ അവർ പോയിട്ടില്ല. കാരണം സർക്കാർ മാത്രമല്ല, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓൺ സൈഡഡ് ആണ്. കാരണം മറുവശത്ത് അവരുടേതാണെന്ന് പറഞ്ഞ് കാണിക്കാൻ. ഞാൻ 2006 നിയമസഭയിൽ ചെല്ലുമ്പോൾ KK ദിവാകരൻ MLA ആണ് ഇവിടുന്ന് MLA ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു MLAയ്ക്കും അവരുടേതെന്ന് പറഞ്ഞ് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പദ്ധതികൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ക്രമസമാധാന തകർച്ച, ഈ ഗവൺമെൻറ് എന്ന് തന്നെ പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ? IAS-കാർ തമ്മിൽ എന്താണ് അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ വൈകാരികമായി തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കും. താങ്കൾ പറയുന്നു ശരിയാണ്, ഈ നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ക്ഷേമ പെൻഷൻ, അപ്പോൾ അതൊക്കെ കൊണ്ട് അവർ ആ രീതിയിലാണ് അവരുടെ വോട്ട് തീരുമാനിക്കുക എന്ന് പറയുമ്പോഴും ചില തെരഞ്ഞെടുപ്പുകളെ വൈകാരികമായും കൂടി നമുക്ക് മാറ്റി തീർക്കാൻ കഴിയും. അതിലൊന്നാണ് കെ സുരേന്ദ്രൻ ഇന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസിൻ്റെ PFI വൽക്കരണം എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ PFI വൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ വിശ്വസിച്ച് നിൽക്കുന്ന ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ, പ്രത്യേകിച്ച് ഹിന്ദുക്കളെ കൂടി ഇങ്ങോട്ടേക്ക് മാറ്റാൻ കഴിയും. ഇപ്പോൾ വളരെ കൃത്യമായൊരു രാഷ്ട്രീയ തന്ത്രം ഇവിടെ BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. BJPക്ക് സാധ്യതയുള്ളൊരു മണ്ഡലം കൂടിയാണല്ലോ ഇത്. അപ്പോൾ അതിനെ എങ്ങനെ നിങ്ങൾ പ്രതിരോധിക്കും എന്നുള്ളതാണല്ലോ പ്രശ്നം.
വൈകാരികമായ ഒരു വിഷയം. ആദ്യം ഉണ്ണിച്ചേട്ടൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ എനിക്ക് രസമായിട്ട് തോന്നുന്നു. കെ സുരേന്ദ്രൻ പറഞ്ഞു PFI വൽക്കരണം. ഇന്ന് തന്നെ പിണറായി വിജയൻ പറയുന്നു ജമാഅത്തെ ഇസ്ലാമി സ്വാധീനം. ഞാനതാ പറഞ്ഞേ. മറ്റേ സൈക്കിളായിരുന്നു പോകുമ്പോഴേ സൈക്കിളായിരുന്നു രണ്ടുപേരും ചവിട്ടത്തില് നമ്മുടെ രണ്ടുപേരുടെയും ശബ്ദം ഒരുപോലെയാണെന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ, അതേപോലെ തോന്നിക്കുകയാണ് ആളുകൾ. രണ്ടാമത്തെ കാര്യം, വൈകാരികമായ ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അത് ഈ PFI എന്നൊക്കെ പറഞ്ഞാൽ വൈകാരികമായ ഒന്നും ഉണ്ടാകാനില്ല. വൈകാരികമായ ഒരു വിഷയം സ്വാധീനിക്കുന്നത്, ഞാൻ പണ്ട് പ്രതിനിധാനം ചെയ്ത ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്ത്രീ വെളുപ്പാങ്കാലത്ത് വന്ന് നിന്നു. അവരുടെ ഭർത്താവിനെ കാത്തു നിന്നതാണ്. മലബാർ എക്സ്പ്രസ് വന്നിട്ട് എല്ലാ യാത്രക്കാരും ഇറങ്ങിയിട്ടും ഭർത്താവ് ഇറങ്ങില്ല. അവർ പ്ലാറ്റ്ഫോമിൽ കുറച്ചു ദൂരം നടന്നു. എന്നിട്ട് അവർ കൂടെയുള്ളവരെ വിളിച്ചു. അപ്പോൾ അവർ പോയി നോക്കിയപ്പോൾ അയാൾ തൂങ്ങി നിൽക്കുമായിരുന്നു. ആ മകള് ഈ ചടങ്ങ് ചെയ്യുന്നുണ്ട്. പിന്നെ അരയിൽ തോർത്തും കെട്ടി, സാധാരണ ആൺകുട്ടികളാണ് ചെയ്യണത്, ബന്ധുക്കളായിട്ടുള്ള ആൺകുട്ടികൾ ആൾക്കില്ലെങ്കിൽ ചെയ്യാറുണ്ട്. അരയിൽ ഇത് തോർത്ത് കുട്ടിക്കൊണ്ട് ആ കുടം പൊട്ടിച്ച് അതിന് ചുറ്റും നടക്കുന്ന ഒരു രംഗമുണ്ട്. അധികാരത്തിൻ്റെ അഹന്ത, അത് ഈ തെരഞ്ഞെടുപ്പിനിൽ സാധാരണ വോട്ടർമാരെ വൈകാരികമായി സ്വാധീനിക്കുന്നൊരു വിഷയമാണ്. നോക്കൂ, MV ഗോവിന്ദൻ പത്തനംതിട്ട ചെന്ന് പറയുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ ശ്യാമള ജയിലിൻ്റെ മുമ്പിൽ പോയി പറയുന്നു അവരുടെ കൂടെ ഉണ്ടെന്ന്. ഇവർ ഈ പ്രതിക്ക് കൊടുത്ത സംരക്ഷണം, അറസ്റ്റ് ചെയ്യാതിരുന്നത്, പിന്നെയും ഇപ്പോൾ MV ജയരാജൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ആ മരണപ്പെട്ട മനുഷ്യനെ അപമാനിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ, ഇത് ഈ തെരഞ്ഞെടുപ്പിൽ വൈകാരികം. എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത്തരം കാര്യങ്ങൾ എല്ലാത്തിനെയും മറികടന്ന് വരാറുണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പിനെ വൈകാരികമായി സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ വിഷയം ADM നവീൻ ബാബുവിൻ്റെ മരണമാണ്. നിങ്ങളത് ഉന്നയിക്കുന്നു. നവാസിനോട് ഒരു ചോദ്യം. ഇപ്പോൾ സരിനുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, സരിൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, പിണറായി വിജയനെതിരെ ഇട്ട പോസ്റ്ററുകളടക്കം ഇപ്പോഴും റിമൂവ് ചെയ്തിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതാണല്ലോ ഒറ്റ രാത്രി കൊണ്ട് ആൾ മാറുന്നു എന്നുള്ളത്. ഇപ്പോൾ സന്ദീപിൻ്റെ കാര്യത്തിലും അങ്ങനെ പറയാം. സന്ദീപ് ഒറ്റ രാത്രി കൊണ്ട് മാറുകയാണ്. സന്ദീപിന് കസേര കിട്ടാത്തതുകൊണ്ടാണ്, മറ്റേ സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ സന്ദീപ് ഇങ്ങോട്ട് മാറി. സന്ദീപ് മാറിയിട്ടുണ്ട് എന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. പക്ഷെ അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് ആശയപരമായിട്ടൊക്കെ അങ്ങനെ പെട്ടെന്ന് മാറാൻ പറ്റുമോ? കാരണം അതിനുശേഷം നടത്തുന്ന പ്രതികരണത്തിൽ പോലും ഞാനൊരു പാകിസ്ഥാൻകാരനല്ല, ഞാൻ ഇന്ത്യക്കാരനാണല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറച്ചു പോയിരിക്കുന്ന ആശയമാണ് അത് ഈ പുറത്തു വരുന്നത്. ഇനി മാധ്യമ സംഘത്തിൽ വരാൻ പോകുന്നു, ചർച്ചകളിൽ പങ്കെടുക്കാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ലീഗ് അതിനെ എങ്ങനെ കാണുന്നു? ഇപ്പോൾ പാണക്കാടേക്ക് വരെ സ്വീകരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPയെ ദുർബലപ്പെടുന്ന ഏത് മൂവ്മെൻറ്റിനെയും പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. അത് കോൺഗ്രസിനോടൊപ്പം ചേർന്നുള്ള ഒരു മൂവ്മെൻ്റ് ആകുമ്പോൾ അതൊരു ജനാധിപത്യ മൂവ്മെൻറ്റാണ്. ജനാധിപത്യ മൂവ്മെൻറ്റ് സ്വാഭാവികമായി ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും അതിനാവശ്യമായ പിന്തുണകൾ കൊടുക്കുക എന്ന ലീഗിൻ്റെ നിലപാട്. അത് തന്നെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാൽ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനപ്പം തന്നെ സ്വാഗതം ചെയ്യാനുള്ള കാരണം. പിന്നെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം, ഒരാൾക്ക് മാറ്റം സാധ്യമാണോ എന്നാണ്. ആ മാറ്റം സാധ്യമാണ് എന്ന് കേരളത്തിൽ തെളിയിക്കപ്പെട്ടതാണ്. ഇപ്പോൾ സരിനെ കുറിച്ച് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പൂർണ്ണമായൊരു സഖാവായിട്ടില്ല, അത് ആയി വരേ ഉള്ളൂ. അതന്നെയാണ് കെ സുധാകരേട്ടനും കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അദ്ദേഹത്തെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നയത്തോടൊപ്പം നിൽക്കാൻ സാധിക്കുന്ന കാലത്തോളം ഞങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തും. മാറ്റം ഉണ്ടാകണം, പരിപൂർണമായ മാറ്റം ഉണ്ടാകും എന്നുള്ളതല്ലോ, അത് മാറി വരേണ്ടതാണ്. കൂടെ കൂടുമ്പോഴാണ് മാറേണ്ടത്. അദ്ദേഹത്തിൻ്റെ വായനാ ലോകം മാറേണ്ടതുണ്ട്, ചിന്താലോകം മാറേണ്ടതുണ്ട്, അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറ്റം സംഭവിക്കേണ്ടതുണ്ട്. അതെല്ലാം മാറ്റം സംഭവിച്ച് സ്വാഭാവികമായി ഈ നല്ല സംഘത്തോടൊപ്പം ചേരുമ്പോൾ അതിനെ മാറ്റം അദ്ദേഹത്തിന് പരിപൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയും. മാറ്റത്തിൻ്റെ പാതയിലാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് പൂർണ്ണത ഇവിടുന്ന് കൈവരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശരി. അപ്പോൾ എന്താണ് പ്രതീക്ഷ? എത്ര വോട്ടാണ്? 15,000-ന് മുകളിൽ വോട്ടിനിരിക്കും. ഭൂരിപക്ഷം ഭൂരിപക്ഷം.